കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഇന്നും വലിയ ചർച്ചയാകുന്ന സംഭവമാണ് മുത്തങ്ങ സമരം. 2003 നടന്ന പോലീസ് വെടിവെപ്പും കോൺസ്റ്റബിൾ വിനോദിന്റെയും ആദിവാസി യുവാവ് ജോഗിയുടെയും മരണവും സംസ്ഥാനത്തെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു. ഇപ്പോൾ കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ കോടതി വിധി കൂടി പുറത്തു വന്നതോടെ മുത്തങ്ങ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്നാൽ അന്ന് മുത്തങ്ങയിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി തന്നെ പരിശോധിക്കാം. 2003 വയനാട്ടിലെ മുത്തങ്ങ വനമേഖലയിലായിരുന്നു ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഭൂസമരം ആരംഭിച്ചത്. ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ മുത്തങ്ങയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയത്. സമരം അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാർ പോലീസ് നടപടി സ്വീകരിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായതും സ്ഥിതി രൂക്ഷമായതും. 2003 ഫെബ്രുവരി 19 അന്ന് നടന്ന ഏറ്റുമുട്ടലിൽ പോലീസ് വെടിവെപ്പുണ്ടായി. ഈ സംഭവത്തിൽ ആദിവാസി യുവാവ് ജോഗി കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക്, ഏകദേശം 100-നടുത്ത ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. സംഘർഷത്തിനിടയിലായിരുന്നു KAP കോൺസ്റ്റബിൾ KV വിനോദും കൊല്ലപ്പെട്ടത്. വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 57 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റവും ഒടുവിൽ CBIയും അന്വേഷണം ഏറ്റെടുത്തു. 23 വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കേസിൽ അങ്ങനെ വിധി വന്നിരിക്കുന്നു. രണ്ടാം പ്രതിയായ അശോകൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് ശിക്ഷ വിധിച്ചില്ല. ഒന്നാം പ്രതി ഗീതാനന്ദൻ ഉൾപ്പെടെ മറ്റ് 56 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. മുത്തങ്ങ സമരം എന്നത് ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല, ആദിവാസികളുടെ ഭൂമി അവകാശത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഇന്നും അതിനെ വിലയിരുത്തുന്നത്. സർക്കാരിന്റെ പുനരധിവാസ വാഗ്ദാനങ്ങളും ഭൂമി വിതരണവും ഇന്നും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഈ കാലഘട്ടത്തിലും ഈ നിമിഷവും തുടരുകയാണ്. 20 വർഷത്തിലധികമായിട്ടും മുത്തങ്ങ സമരം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും നിർണായകവുമായിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്നായി തന്നെ തുടരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.